നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ ടൈം ട്രാവൽ നടത്താൻ പോവാണ്. നേരെ 1960ലേക്ക്. അഖണ്ഡ ജ്യോതിയുടെ ആ പഴയ താളുകൾക്കുള്ളിൽ ഇന്നും നമ്മുടെ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അപ്പോ നവംബർ 1960ലെ ആ ലക്കത്തിലെ കാലാതീതമായ ജ്ഞാനത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് തുടങ്ങുന്നതിനു മുൻപ് ഈ വാക്കുകൾ നമുക്ക് മുന്നിലെത്തിച്ച ആ വലിയ മനുഷ്യനെ, യുഗരക്ഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയെ ഒന്ന് സ്മരിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല, ഒരുപാട് തലമുറകൾക്ക് വഴികാട്ടിയ ദീപശിഖകളാണ്. ഈയൊരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നറിയാമോ? നമ്മളൊരു യാത്ര പോലെയാണ് പോകുന്നത്. ആദ്യം അണയാട്ട ജ്വാല എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ അതിന്റെ അടിത്തറയായ ആത്മപരിഷ്കരണത്തെക്കുറിച്ച് സംസാരിക്കും. അവിടെ നിന്ന് മഹത്വത്തിലേക്കുള്ള യാത്ര, പിന്നെ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ജീവിതത്തിൽ എങ്ങനെ പ്രകടമാക്കാം എന്നൊക്കെ നോക്കി അവസാനം ഇതിന്റെ എല്ലാം ഒരു ശാശ്വതമായ സന്ദേശത്തിൽ നമ്മളെത്തും. അപ്പോ റെഡിയല്ലേ? അപ്പോ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അണയാത്ത ജ്വാല. ഈ വിശകലനത്തിന്റെ എല്ലാം കേന്ദ്രം ഇതാണ്. എന്താണ് ഈ അഖണ്ഡ ജ്യോതി അഥവാ കെടാത്ത ആ വെളിച്ചം? മനുഷ്യരാശിക്ക് വഴികാട്ടുന്ന ആ ജ്ഞാനത്തിന്റെ ജ്വാല എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മാസിക തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ചിന്തകൾക്കും ആത്മാവിനും എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ ഈരടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയൊന്ന് ശരിയായ ദിശയിലേക്ക് ട്യൂൺ ചെയ്താൽ മാത്രം മതി ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും. ചിന്തകളെ നയിക്കുന്നതിനെപ്പറ്റി പറഞ്ഞല്ലോ, അല്ലേ? അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എവിടെ നിന്നാണ് ഈ മാറ്റം തുടങ്ങേണ്ടത്? ഉത്തരം വളരെ സിമ്പിളാണ്. ലോകത്തിൽ അർത്ഥവത്തായ ഏതു മാറ്റവും തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന്. അപ്പോ എന്താണ് ഈ ആത്മപരിഷ്കരണം അഥവാ ആത്മസുധാർ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ അറിവ്, നമ്മുടെ ആത്മാവ്, ഇതിനെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ളൊരു ബോധപൂർവമായ ശ്രമമാണ്. ഇതൊരു നിരന്തര പ്രക്രിയയാണ്. മാസിക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള ഒരേ ഒരു വഴി ഇതുമാത്രമാണ്. ഇതൊരു ടെക്നിക്ക് മാത്രമല്ല, ഒരു ജീവിതരീതി തന്നെയാണ്. ഇതെല്ലാം കൂടി നമ്മളെ ഒരൊറ്റ കേന്ദ്രാശയത്തിലേക്ക് കൊണ്ടുവരുന്നു: ആത്മസുധാർ സേഹി സച്ചി ശാന്തി സംഭവ് ഹെ. അതായത് യഥാർത്ഥ സമാധാനം കിട്ടണമെങ്കിൽ അത് ആത്മപരിഷ്കരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. നമ്മൾ പുറം ലോകത്ത് സമാധാനം അന്വേഷിച്ച് ഒരുപാട് അലയാറുണ്ടല്ലേ? പക്ഷെ അതിനു മുൻപ് നമ്മൾ ഓരോരുത്തരും സ്വന്തം ഉള്ളിലേക്കൊന്ന് നോക്കണം. ശരി, നമ്മൾ സ്വയം മെച്ചപ്പെട്ടു. പക്ഷെ എന്തിനുവേണ്ടി? ഇതൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പടിയാണ്, മഹത്വത്തിലേക്കുള്ളൊരു യാത്ര. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു വലിയ കഴിവിനെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരാശയം വരുന്നത്. മഹത്വം നമ്മുടെ ജന്മാവകാശമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മഹത്വം എന്നത് ആർക്കോ ചിലർക്കു വേണ്ടി മാത്രം മാറ്റിവെച്ച ഒന്നല്ല. അത് ഓരോ ആത്മാവിനും, നിങ്ങൾക്കും എനിക്കും ജന്മനാ ലഭിക്കുന്ന ഒരു അവകാശമാണ്. അപ്പോ ഈ ജന്മാവകാശം എങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കുക? പ്രഗതി കെ പഥ് പർ ബഡ്തേ ഹി ജായിയേ എന്ന ലേഖനത്തിൽ ഇതിന് വളരെ പ്രാക്ടിക്കലായ 3 വഴികൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഉള്ളിലെ ആ മഹത്വത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, സംശയമേറേണ്ട. 2, എല്ലാ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുക, അതിലുറച്ചു നിൽക്കുക. 3, ചെറിയ ചുവടുകളായിരിക്കാം, പക്ഷെ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുക, നിർത്തരുത്. ഈ വഴിയിലൂടെ സ്ഥിരമായി മുന്നോട്ടു പോകാൻ എന്തുവേണം? ഉത്തരം ഒന്നേയുള്ളൂ: പരിശീലനം അഥവാ സാധന. വെറുതെ അറിഞ്ഞാൽ പോരല്ലോ, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അതിനുള്ള വളരെ ശക്തവും പ്രായോഗികവുമായ ചില മാർഗങ്ങൾ ഈ മാസിക നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാസികയിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയ സാധനയാണ് ഗായത്രി സാധന. ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു അനുഷ്ഠാനമാണിത്. കേവലം ഒരു മന്ത്രജപം എന്നതിലുപരി വലിയ ആത്മീയ ശക്തിയുടെയും ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെയും ഒരു ഉറവിടമാണിതിനെ കണക്കാക്കുന്നത്. വെറുതെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയോ? അല്ല. അതിന്റെ ഫലം എന്താണ്? അതാണ് സത്പരിണാം എന്ന് പറയുന്നത്. ഈ സാധന കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. മനസ്സിനൊരു ശുദ്ധി വരും, ബുദ്ധിക്ക് നല്ല തെളിച്ചം കിട്ടും, നമ്മുടെ ഇച്ഛാശക്തി കൂടും, ഉള്ളിലൊരു സമാധാനം അനുഭവപ്പെടും, പിന്നെ ആത്മീയമായ ഒരു ഉണർവും. ഇതൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ. ഈ പരിശീലനത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഒരിപ്പിക്കാൻ മാസികയിൽ നിന്നുള്ള മറ്റൊരു ഈരടി നമുക്ക് പ്രചോദനമാകും. സ്ഥിരമായി അച്ചടക്കത്തോടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും എത്ര വലിയ ഫലങ്ങൾ തരുമെന്ന സന്ദേശമാണ് ഇത് നമുക്ക് നൽകുന്നത്.
ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ സാധനയും ഉള്ളിലെ മാറ്റങ്ങളുമൊക്കെ നമുക്കുവേണ്ടി മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് പുറം ലോകത്താണ്. നമ്മുടെ പ്രവൃത്തികളിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലുമാണ് ഇതിന്റെ ഫലം പ്രതിഫലിക്കേണ്ടത്. ഈ വ്യത്യാസം ശരിക്കും ഈ സ്ലൈഡിൽ നിന്ന് വ്യക്തമാകും. ഹമാര വ്യക്തിത്വ ഓച്ഛാ ന ഹോ, അതായത് നമ്മുടെ വ്യക്തിത്വം നിസ്സാരമായി പോകരുത് എന്ന ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണിത്. ഇടതുവശത്ത് കാണുന്ന ആ ഒരു സങ്കുചിതമായ സ്വാർത്ഥമായ വ്യക്തിത്വത്തിൽ നിന്ന് വലതുവശത്തുള്ള വിശാലമായ മനുഷ്യത്വപരമായ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ മാറണം. അതാണ് ലക്ഷ്യം. അപ്പോ നമ്മുടെ ഈ ആത്മീയ യാത്ര ശരിയായ ദിശയിലാണോ എന്ന് എങ്ങനെ സ്വയം വിലയിരുത്താം? അതിനുള്ള ചില ലക്ഷണങ്ങളാണിത്. മറ്റുള്ളവരോട് കരുണയുണ്ടോ? അവരെ സേവിക്കാനൊരു മനസ്സ് വരുന്നുണ്ടോ? ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിലാണോ പോകുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ മാറ്റം പുറത്ത് പ്രകടമാകുന്നതിന്റെ അടയാളങ്ങൾ. ഈ ലക്കത്തിലെ പല ലേഖനങ്ങളിലും ഈ മനുഷ്യത്വത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഈ ശക്തമായ ആശയങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കാം. അഖണ്ഡജ്യോതിയുടെ ഈ ലക്കം നൽകുന്ന കാലാതീതമായ സന്ദേശം എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം. ഇതാണ് ഈ യാത്രയുടെ ഒരു പൂർണ്ണചിത്രം. വ്യക്തിപരമായ മാറ്റത്തിൽ തുടങ്ങി അത് സമൂഹത്തിലേക്ക് എങ്ങനെ പടരുന്നു എന്ന് നോക്കൂ. യഥാർത്ഥ സമാധാനം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. മഹത്വം നമ്മുടെ അവകാശമാണ്. അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണം. ഗായത്രി സാധന പോലുള്ളവ അതിന് ഊർജം തരും. അവസാനം ഇതെല്ലാം പ്രകടമാവേണ്ടത് നമ്മുടെ മനുഷ്യത്വപരമായ ജീവിതത്തിലൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ, സ്വയം മെച്ചപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും മികച്ചതാക്കാം. അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരൊറ്റ ചോദ്യം. ഇത്രയും കേട്ടതിൽ നിന്ന്, ഈ ജ്ഞാനത്തിന്റെ വലിയ ജ്വാലയിൽ നിന്ന് ഏത് ചെറിയൊരു തീപ്പൊരിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്? ഒരു ചെറിയ മാറ്റം, അതുമതി. ആ ഒരു മാറ്റം തുടങ്ങാൻ ഈ വാക്കുകൾ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചം ഒരിക്കലും കെടാതെ സൂക്ഷിക്കുക. നന്ദി.